കൊല്ലം ഓച്ചിറ വലിയ കുളങ്ങരയിൽ KSRTC ബസും ജീപ്പും കൂട്ടിയിടിച്ച് അച്ഛനും 2 മക്കളും മരിച്ചു. തേവലക്കര സ്വദേശിയായ പ്രിൻസ് തോമസ്, മക്കളായ അതുൽ, അൽക്ക എന്നിവരാണ് മരിച്ചത്. ഭാര്യ ബിന്ദു സൂസൻ വർഗീസും മകൾ ഐശ്വര്യയും ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. KSRTC ബസ്സിലുണ്ടായിരുന്ന 19 പേർക്ക് പരിക്കുണ്ട്. ഉത്രാട ദിനമായ ഇന്ന് രാവിലെ വലിയൊരു അപകടത്തിന്റെ വാർത്ത കേട്ടാണ് ഓച്ചിറ വലിയകുളങ്ങരയിലെ ജനങ്ങൾ ഉണർന്നത്. KSRTC ബസ്സും താർ ഇനത്തിൽപ്പെട്ട ജീപ്പും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് മടങ്ങി വരികയായിരുന്ന തേവലക്കര സ്വദേശി പ്രിൻസ്, അദ്ദേഹത്തിന്റെ കുടുംബം അവർ സഞ്ചരിച്ചിരുന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ജീപ്പ് നേരെ നിയന്ത്രണം വിട്ട് KSRTC ബസ്സിലേക്ക് ഇടിച്ചു കയറുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയതോ അല്ലെങ്കിൽ നിയന്ത്രണം വിട്ടതോ ആണ് അപകടത്തിന് കാരണം എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും പ്രാഥമിക നിഗമനം. ഇടിയുടെ ആഘാതത്തിൽ ജീപ്പിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. മുൻ സീറ്റിൽ പ്രിൻസും മകൻ അതുലുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇടിയുടെ ആഘാതത്തിൽ അതിൽ മുന്നിലത്തെ കണ്ണാടി തകർന്ന് പുറത്തേക്ക് തെറിച്ചു വീണു. തലയ്ക്കാണ് പരിക്ക് ഗുരുതരമായി ഏറ്റത്. ഈ 3 പേരുടെയും പരിക്ക് തലയ്ക്കാണുള്ളത്. അതുൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അതുപോലെ തന്നെ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്ന ഐശ്വര്യയ്ക്ക് +2 കഴിഞ്ഞ ശേഷം B.Pharm പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. ആ കുട്ടിയുടെ പരിക്ക് ഗുരുതരമായി തന്നെ തുടരുകയാണ്. മരിച്ച മറ്റൊരു കുട്ടി അത് UKGയിൽ പഠിക്കുന്ന കുട്ടിയാണ്. 6-7 വയസ്സുള്ള കുട്ടിയാണ്. അങ്ങനെയുള്ള 3 പേരാണ് മരണത്തിന് കീഴടങ്ങിയത്. ഈ ഡ്രൈവറുടെ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. രാത്രി 8 മണിയോടുകൂടി തേവലക്കരയിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അതിനുശേഷം നെടുമ്പാശ്ശേരിയിൽ ബന്ധുവിനെ കൊണ്ടാക്കിയ ശേഷം തിരികെ വരുമ്പോഴാണ് അപകടമുണ്ടായത്. അപകട മേഖലയാണത്. ഇപ്പോൾ പ്രത്യേകിച്ച് റോഡും കൂടെ മാറിക്കഴിഞ്ഞപ്പം ഓവർ സ്പീഡാവുന്നു വണ്ടിക്ക്. എല്ലാ വണ്ടികളും വിട്ടു പോരുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് വെച്ചാണ് KSRTC ബസ്സും ജീപ്പും തമ്മിൽ കൂട്ടിയിടിച്ചത്. തൊട്ട് സമീപത്താണ് വലിയകുളങ്ങര ബസ് സ്റ്റോപ്പ്. അവിടെ നിന്ന് ഒരു യാത്രക്കാരിയെ കയറ്റിയ ശേഷം ബസ് മുന്നോട്ട് വരികയായിരുന്നു. അതായത് പരമാവധി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കണക്കനുസരിച്ച് പരമാവധി ആ ബസ്സിൻ്റെ വേഗം ഒരു 30 കിലോമീറ്ററിൽ താഴെയാണ്. പക്ഷേ രാത്രിയിൽ വാഹനം ഓടിച്ച് വരുന്ന സമയത്ത് തേവലക്കരയിലേക്ക് വേഗത്തിലെത്താൻ വേണ്ടി വന്നതുകൊണ്ടാകാം അമിത വേഗത്തിൽ ആ ജീപ്പ് വന്ന് അങ്ങനെയാണ് അപകടമുണ്ടായത്. ബസ്സിലുണ്ടായിരുന്ന 19 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ പരിക്ക് സാരമുള്ളതല്ല. പക്ഷേ ഇവരുടെ മകൾ ഐശ്വര്യയുടെ പരിക്ക് ഗുരുതരമായി തന്നെ തുടരുകയാണ്. കരുനാഗപ്പള്ളിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഉള്ളത്. സാധാരണ ഡ്രൈവറെ വെച്ച് വാഹനം ഓടിക്കുന്ന ഒരാളായിരുന്നു പ്രിൻസ്. പക്ഷേ ഇന്നലെ ഡ്രൈവർ ഉണ്ടായിരുന്നില്ല. തേവലക്കരയിൽ നേരത്തെ ഒരു സ്വർണ്ണക്കട ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ്. ആ വ്യക്തിക്കും കുടുംബത്തിനുമാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായിട്ടുള്ള സംഭവം ഈ ഉത്രാട ദിനം ഉണ്ടായത്. ക്യാമറമാൻ ഷാനവാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.